ഇന്ന് ഞാൻ നിങ്ങൾക്കൊരു കിടിലൻ വീട് കാണിച്ചു തരാം. ഞാൻ ഇന്ന് പോകുന്നത് നമ്മുടെ ഒരു കസ്റ്റമറായ നിസാർക്കയുടെ ഹൗസ് വാമിങ്ങിനാണ്. കോതമംഗലത്തിനടുത്ത് കൂവള്ളൂരാണ് നിസാർക്കയുടെ വീട്. നിസാർക്കയുടെ വീട്ടിലേക്കുള്ള എൻ്റെ ടൈൽസ് പർച്ചേസ് ചെയ്തത് നമ്മുടെ ഷോറൂമിൽ നിന്നാണ്. വീട് കാണാൻ നല്ല അടിപൊളി എലിവേഷൻ ആണ്. അതുപോലെ തന്നെ മുറ്റമൊക്കെ കിടിലനായിട്ട് ടൈലും വിരിച്ച് ലോൺ ഏരിയ ഒക്കെ അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഫ്ലോറിങ്ങിന് മുറ്റത്ത് മുഴുവൻ ചെയ്തിരിക്കുന്നത് 2x2 സൈസിലെ 15 തിക്നെസ് വരുന്ന ടൈലുകളാണ്. ഫ്ലോറിങ്ങിന് ഇന്റർലോക്കിനും നമ്മുടെ നാച്ചുറൽ സ്റ്റോൺസിനൊക്കെ പകരം ഇതുപോലെ ടൈലുകളും യൂസ് ചെയ്യാം. ഞങ്ങളൊരു വെൽക്കം ഡ്രിങ്കും കഴിച്ച് നേരെ വീടിന്റെ അകത്തേക്ക് കയറി. ഫ്ലോറിലൊക്കെ 8x4 സൈസിൽ നെക്സിയോന്റെ ഇസ്പിര എന്ന ബ്രാൻഡിന്റെ സോഫ്റ്റ് മാറ്റ് ഫിനിഷ്, നല്ല കിടിലൻ ഫിനിഷാണ്. കാല് ചവിട്ടുമ്പോൾ നല്ല സ്മൂത്ത് ഫിനിഷ് ആയിരുന്നു. ആ ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. മെയിൻ ലിവിംഗ് ഹാൾ കഴിഞ്ഞിട്ട് നേരെ ഒരു ഫാമിലി ലിവിംഗ് പോലത്തെ ഒരു സ്പേസിലേക്ക് കയറി. ഇവിടെ ഒരു ചെറിയ സ്റ്റെപ്പ് പോലെ ചെയ്ത് വുഡൻ ടൈലൊക്കെ ചെയ്ത് അവിടെയും ഗംഭീരമാക്കിയിട്ടുണ്ട്. പിന്നെ പുറത്തേക്ക് ഒരു പാഷ്യോ പോലെ ചെയ്ത് അതിന്റെ വാളിലും പല സൈസിൽ ടൈല് കട്ട് ചെയ്ത് ഒട്ടിച്ച് അതും നല്ല ഭംഗിയാക്കിയിട്ടുണ്ട്. പിന്നെ കുറച്ച് നേരം ആ വീടിന്റെ ലൈറ്റിംഗ് ഒക്കെ നോക്കി നിന്നിട്ട് നേരെ കിച്ചണിലേക്ക് പോയി. കിച്ചണും നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. കൗണ്ടർ ടോപ്പ് ഒക്കെ ക്വാർട്സ് എന്ന് പറഞ്ഞാൽ ഹൈ ക്വാളിറ്റി മെറ്റീരിയൽ വെച്ചിട്ടാണ് ഇവിടെ കൗണ്ടർ ടോപ്സ് ഒക്കെ ചെയ്തിരിക്കുന്നത്. അത് കഴിഞ്ഞ് നേരെ ഡൈനിങ് ഹാളിലേക്ക് വന്ന് അവിടെ ഡൈനിങ് ഹാളിലും ടേബിൾ ടോപ്പായിട്ട് ഇതേ ക്വാഡ്സ് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഇതുപോലെ ഇവിടെ വാഷ് ബേസിൻ വെക്കാനുള്ള കൗണ്ടർ ടോപ്സ് ആയിട്ടും ക്വാഡ്സ് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അതെല്ലാം 45 അടിച്ച് നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ നല്ല ഭംഗിയുള്ളൊരു മിറർ കണ്ടപ്പോൾ എൻ്റെ ഒരു സെൽഫി വീഡിയോ ഒക്കെ എടുത്തിട്ട് പിന്നെ നേരെ നമ്മളൊരു പ്രെയർ ഏരിയയിലേക്കാണ് കിടന്നത്. ഇവിടെയും വാളൊക്കെ ഫുള്ളായിട്ട് ടൈൽ വെച്ച് പാനൽ ചെയ്ത് നല്ല ഗംഭീരമാക്കിയിട്ടുണ്ട്. ടൈല് നല്ല ഭംഗിയായിട്ട് ഓരോ സ്പേസിലും യൂസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ മറ്റൊരു എക്സാമ്പിളാണ് ഈ കാണുന്ന സ്റ്റെപ്പുകൾ. സ്റ്റെപ്പിലും കംപ്ലീറ്റ്ലി ടൈൽ വെച്ചിട്ടാണ് കവർ ചെയ്തിരിക്കുന്നത്. 240x80 സെന്റിമീറ്ററിലെ 15 തിക്നെസ് വരുന്ന ടൈലാണ് ഈ സ്റ്റെപ്പിൽ മുഴുവനായിട്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ മുകളിലത്തെ നിലയിൽ കയറി അവിടെയും വീട് വിശദമായിട്ട് കണ്ടു. ഓരോ ഏരിയയിലും ഭംഗിയായിട്ടാണ് ഓരോ എലമെന്റ്സും ഈ ആർക്കിടെക്ട് പ്ലേസ് ചെയ്തിരിക്കുന്നത്. അതൊക്കെ കണ്ട് നമ്മൾ പതിയെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. പുറത്ത് വന്ന് വീടിന്റെ എക്സ്റ്റീരിയർ ഭംഗി ഒന്നും കൂടി ആസ്വദിച്ചിട്ട് എക്സ്റ്റീരിയറിന്റെ ഒന്ന് രണ്ട് നല്ല ഷോട്ട്സും എടുത്ത് പതിയെ ഫുഡ് കഴിക്കാൻ പോയി. നല്ല കിടിലൻ മഴയത്ത് നല്ല അടിപൊളി ഫുഡും കഴിച്ച് നിസാർക്കയുടെ യാത്രയും പറഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ഇന്നൊരു സൺഡേ ആണ്. ഇനി പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ല. നേരെ വീട്ടിലേക്കാണ്. ഇപ്പൊ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. ഇതുപോലുള്ള കൂടുതൽ വീഡിയോസുമായിട്ട് അടുത്ത ദിവസം കാണാം.